ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്കെതിരെ അമേരിക്ക പ്രഖ്യാപിച്ച പകരത്തീരുവകൾ പ്രാബല്യത്തിൽ. 86 രാജ്യങ്ങൾക്ക് മേലാണ് അമേരിക്ക പകരത്തീരുവ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യൻ സമയം രാവിലെ 9:30-ക്കാണ് പുതിയ നിരക്ക് പ്രാബല്യത്തിൽ വന്നത്. ട്രംപിന്റെ പ്രഖ്യാപനം ആഗോള വ്യാപാര യുദ്ധത്തിനാണ് തുടക്കം കുറിക്കുന്നത്. ഇന്ത്യക്ക് 29% പകരത്തീരുവയാണ് അമേരിക്ക ചുമത്തിയത്. ഏപ്രിൽ 2-നാണ് ലോകരാജ്യങ്ങൾക്ക് താരിഫ് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള പ്രഖ്യാപനത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവച്ചത്. ഈ പ്രഖ്യാപനത്തോടെ അമേരിക്കയ്ക്ക് ഒരു ദിവസം $2 ബില്യൺ വരെ അധിക വരുമാനം ലഭിക്കും. മരുന്നുപോലുള്ള ചില ഉൽപ്പന്നങ്ങളെ തീരുവയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടെന്നായിരുന്നു നേരത്തെ അറിയിച്ചത്. എന്നാൽ ഔഷധ ഉൽപ്പന്നങ്ങൾക്കും തീരുവ പ്രഖ്യാപിക്കുമെന്നാണ് ട്രംപിന്റെ നിലപാട്. പ്രഖ്യാപനത്തിന് പിന്നാലെ 70 രാജ്യങ്ങൾ ചർച്ചകൾക്കായി വൈറ്റ് ഹൌസിനെ സമീപിച്ചിട്ടുണ്ട്. ജപ്പാനും ദക്ഷിണ കൊറിയയുമായിട്ടാണ് ആദ്യഘട്ട ചർച്ചകൾ നടക്കുകയെന്ന് വൈറ്റ് ഹൌസ് വ്യക്തമാക്കി. അതേസമയം ചൈനയ്ക്കെതിരെ കടുത്ത നടപടിയാണ് അമേരിക്ക സ്വീകരിച്ചത്. ചൈനീസ് ഉൽപ്പന്നങ്ങൾക്കുള്ള തീരുവ 104% ഉയർത്തി. ചില ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 125% വരെ തീരുവ വർദ്ധിക്കും. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് 34% തീരുവ ചുമത്താനുള്ള തീരുമാനം 24 മണിക്കൂറിനകം പിൻവലിച്ചില്ലെങ്കിൽ ചൈനയ്ക്കുള്ള പകരച്ചുങ്കം 104% ട്രംപ് കഴിഞ്ഞ ദിവസം ഭീഷണി മുഴക്കിയിരുന്നു. മുൻപ് ചുമത്തിയ 20%വും ഈ മാസം 2-ന് പ്രഖ്യാപിച്ച 34% ഉൾപ്പെടെ 54%ആയിരുന്നു ചൈനയ്ക്കുണ്ടായിരുന്ന ഇറക്കുമതി ചുങ്കം. ഇതിനൊപ്പം 50% കൂടിയാണ് പുതുതായി ചുമത്തിയിരിക്കുന്നത്. അതോടൊപ്പം കാനഡ അമേരിക്കൻ വാഹനങ്ങൾക്ക് മേൽ ചുമത്തുന്ന 25% തീരുവയും ഇന്നു മുതൽ പ്രാബല്യത്തിലായി. ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്. ഇനി കാണാം ടോപ്പ് ഹെഡ്ലൈൻസ്. റിപ്പോ നിരക്ക് വീണ്ടും കുറച്ച റിസർവ് ബാങ്കിന്റെ പുതിയ പണനയം. റിപ്പോ നിരക്ക് 0.5% കുറച്ചു. ഭവനവാഹന വായ്പകൾ അടക്കമുള്ളവയുടെ പലിശ നിരക്ക് കുറയും. റിപ്പോ നിരക്ക് കുറയ്ക്കുന്നത് തുടർച്ചയായ 2-ാം തവണ. IAS തർക്കത്തിൽ N. പ്രശാന്ത് IASന്റെ പരാതികൾ നേരിട്ട് കേൾക്കാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. ചീഫ് സെക്രട്ടറി നേരിട്ട് ഹിയറിംഗ് നടത്തും. ഹാജരാകാൻ ആവശ്യപ്പെട്ട് N. പ്രശാന്ത് IASന് നോട്ടീസ് നൽകി. നീക്കം വകുപ്പ് തല നടപടികളിൽ പരസ്പര പഴിചാരൽ തുടരുന്നതിനിടെ. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ T. വീണയ്ക്കെതിരെ EDയും കേസെടുത്തേക്കും. SFIOയിൽ നിന്ന് രേഖകൾ ആവശ്യപ്പെട്ട ED കേസെടുക്കുക, കള്ളപ്പണം